ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സദ്യ സീരീസിലെ 13ാമത്തെ വിഭവമാണ് കാബേജ് തോരൻ. ഇത് നല്ല ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനൊരു ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ കൊത്തി അരിയാണ് ചെയ്യുന്നത്. ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. പക്ഷേ ഇതാകുമ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഗ്രേറ്ററിലാകുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഞാനിതെല്ലാം കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ, പിന്നെ ഉള്ളി വേണം, പച്ചമുളക്, അതുപോലെ ജീരകം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കറിവേപ്പിലയും. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചതച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുക് ഇട്ടിട്ട് പിന്നെ നമ്മൾക്ക് അത് പൊട്ടി വരുമ്പം ഈ അരപ്പുണ്ടല്ലോ അത് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കിയെടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്ന വരെയാണ് ഇളക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജും കൂടെ ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ചെയ്യേണ്ടത്. പിന്നെ ഞാനിവിടെ മൂടി വയ്ക്കുന്നില്ല. അതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പറ്റില്ല, അറിയാലോ. അപ്പം മൂടി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കൂടുതൽ വെള്ളമായിട്ട് വരും. അതുകൊണ്ട് ഞാനിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതൊരു നന്നായിട്ട് ഇങ്ങനെ ഒട്ടാത്ത രീതിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്യാബേജ് തോരനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയുമാണ്. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.